എങ്ങനെ മുന്നോട്ട് പോകുന്നതിനെ കുറിച്ച് വലിയ ആശങ്കയുള്ള മനുഷ്യരെ കാണുകയാണ്. കുറേ ആളുകൾക്ക് അവരുടെ ജീവിതവുമായി ബന്ധപ്പെട്ട സർക്കാർ ചില ഏർപ്പാടുകൾ ഉണ്ടാക്കി, പട്ടികയിൽ കൊണ്ടുവന്നു, വീടുകൾ കിട്ടി. എന്നാൽ ഇപ്പോഴും വീടിന്റെ പട്ടികയിൽ പെടാത്ത ആളുകൾ, ആ നിരാശയും സങ്കടവും അനുഭവിക്കുന്ന ആൾക്കാരെയും നമ്മൾ കാണുന്നുണ്ട്. ഒരു വർഷം പിന്നിടുമ്പോൾ ഭൗതികമായ നഷ്ടങ്ങളുടെ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതോടൊപ്പം തന്നെ ഇമോഷണലി മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ. ഇപ്പം നമ്മൾ നോക്കൂ, അല്പസമയം മുമ്പ് പടവട്ടിക്കുന്നിലെ ആൾക്കാരോട് സംസാരിക്കുമ്പോൾ അവിടെ സർക്കാർ എന്തൊരുക്കി തന്നാലും ഞങ്ങൾക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, പ്രിയപ്പെട്ടവർ വീണുറങ്ങിക്കിടക്കുന്ന സ്ഥലം, അവരുടെ മേലെ കൂടി ചവിട്ടി ഞങ്ങൾക്ക് പോകാൻ പറ്റുമോ, അങ്ങനെ പോകണമെന്നൊക്കെയാണ് അവർ ചോദിക്കുന്നത്. എൻ്റെ ഇവിടെ ഷിതയുണ്ട്. ഷിത, നമ്മളിപ്പോൾ ഒരു വർഷം ഷിത 1-2 ദിവസം ഇവിടെ വരികയും ചെയ്തു. ആളുകൾ ഇവിടുത്തെ ഒരു പ്രശ്നത്തെ, അവരുടെ വൈകാരിക പ്രശ്നത്തെ, ഇമോഷണൽ ഇഷ്യൂവിനെ എന്തുമാത്രം മറികടന്നു എന്ന് തോന്നുന്നുണ്ട്? അത് ഇപ്പോഴും ആളുകൾക്ക് ആ ഒരു സങ്കടക്കടലിന്റെ മേലെ നിൽക്കുകയാണോ? നിഷാദ്, ഇപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് നമുക്ക് ഈ നാടുമായിട്ട് ഒരു പരിചയവും ഉണ്ടായിരുന്നില്ല. ഈ ഒരു സംഭവം ഉണ്ടാകുന്ന സമയത്ത് നമ്മളിവിടെ വന്നേ. പക്ഷേ ഇവിടേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇമോഷണലി ഒരുപാട് വീണ്ടും നമ്മൾ ആ ഒരു അന്നത്തെ ഒരു ദിവസത്തിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇവിടെയുള്ള ആളുകളോട് നമ്മൾ സംസാരിക്കുന്ന സമയത്തും അവരതേ ഒരു രീതിയിൽ, ആ രീതിയിൽ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അവരതിനെ മറികടക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെ ഒരുപാട് ആളുകൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്, സ്കൂളിലെ കുട്ടികൾക്ക് കൗൺസിലിംഗ് കൊടുക്കുന്നുണ്ട്. അതിൽ നിന്ന് റിക്കവർ ചെയ്യാനുള്ള ശ്രമങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ട്. അവരത്, നമുക്കറിയാം, ജീവിതമാണ്, പലപ്പോഴും നമ്മൾ ഈ ഒരു മറവിയുടെ കാലത്തിലേക്ക് നമ്മൾ അതിനെ തള്ളിവിടും. പക്ഷേ ഈ ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഒരുപക്ഷെ ഒരു വീട്ടിൽ ഒരാൾ മാത്രമേ അവശേഷിച്ചു, അവർക്ക് അതിനെ മറികടക്കാൻ ഒരുപാട് സമയമെടുക്കും. നമ്മൾ സംസാരിച്ചിരുന്ന കഴിഞ്ഞ ദിവസം ഞാൻ ഒരാളോട് ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചു. നമ്മൾ ഇതിൻ്റെ ഭാഗമായിട്ട് ഒന്ന് കാണാൻ വരട്ടെ എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞത്, എന്നെ ഒന്ന് ഒഴിവാക്കിയാൽ നന്നായിരുന്നു, കാരണം എനിക്കിപ്പോഴും അത് ഓർക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിക്കുന്ന സമയത്ത് വലിയ ബുദ്ധിമുട്ടാണ് എന്നുള്ളത്. അങ്ങനത്തെ മനുഷ്യന്മാരാണ്. അപ്പോൾ നമുക്ക് അവരോട് ചോദിച്ചാൽ മാത്രമേ അവർക്ക് അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. മറ്റൊന്ന്, ഞാനൊരു സ്റ്റോറി ചെയ്തിരുന്നു, ഹനൌഫ് എന്ന് പറഞ്ഞ കുഞ്ഞ്, അവളുടെ കൂട്ടുകാരൊക്കെ കുറേ പേര് മരിച്ചു പോയിട്ട് ചായ കൊടുക്കുന്നു. അപ്പോൾ ആ കുഞ്ഞിനെ ഞാൻ കഴിഞ്ഞ ദിവസം വീണ്ടും കണ്ടു. അപ്പോൾ അവൾ പറഞ്ഞത്, അതിനെ ഞങ്ങൾ മറികടന്ന് വരികയാണ്, പുതിയ സ്കൂളൊക്കെ ആയി, അപ്പോൾ പുതിയ പാഠപുസ്തക കുട്ടികളൊക്കെ ആയ കൂട്ടുകാരൊക്കെ ആയ സമയത്ത് മറികടന്ന് വരുന്നുണ്ട്. അപ്പം ഞങ്ങൾക്ക് അതിജീവിച്ചല്ലേ പറ്റൂ എന്നാണ് ആ കുഞ്ഞ് പോലും ചോദിക്കുന്നത്. അപ്പം മനുഷ്യനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിനെ അതിജീവിക്കുക എന്ന് പറയുന്നത് ഒരു വലിയ കാര്യമാണ്. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു അതിജീവനം അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഞാൻ ജോജുവിനെ വിളിച്ചിരുന്നു കഴിഞ്ഞ ദിവസം. നമുക്കറിയാലോ, നീതു ഇവിടെ നിന്നും ഞങ്ങളെല്ലാവരും പോവുകയാണ്, വീടൊക്കെ പോവാന്ന് പറഞ്ഞു. അപ്പം ജോജു എന്നോട് ഇത് തന്നെയാണ് പറഞ്ഞത്, എന്നെ ഒഴിവാക്കുമെങ്കിൽ നിങ്ങളൊന്ന് ഒഴിവാക്കൂ എന്ന് പറഞ്ഞു. അപ്പം നമ്മൾ സ്വാഭാവികമായിട്ട് അവർക്ക് ഈ ഒരു വർഷം എങ്ങനെയാണ് അവർ, നിഷാദ് ചോദിച്ചൊരു പോലെയുള്ളൊരു ചോദ്യം, എങ്ങനെയാണ് ഈ വർഷത്തെ മറികടന്നത്, ഒരു വർഷമാകുമ്പോൾ എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്നുള്ളതാണ് നമ്മൾ സംസാരിക്കാൻ ശ്രമിച്ചതൊക്കെ. പക്ഷേ എനിക്ക് തോന്നുന്നത് ഇപ്പോഴും നമ്മൾ സംസാരിച്ച മനുഷ്യരൊക്കെ തന്നെ ആ ഒരു വിഷമത്തിലാണ്. അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല, കാരണം അവരുടെ മനസ്സിലേറ്റ മുറിവ് എന്ന് പറയുന്നത് അത്രത്തോളം ശക്തമായ ഒരു കാര്യമാണ്. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ ചൂരൽമലയിലെയും ബെയിലി പാലത്തിന്റെ മുകളിലാണ്. അന്ന് സൈന്യം ഉണ്ടാക്കിപ്പോയ പാലം. ഈ സൈഡിലേക്ക് നോക്കിയാൽ നമുക്കൊരു വലിയ പുഴ കാണാം. പുഴയിലൂടെ പുഴ എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയും വലിപ്പമില്ലാത്ത ഒരു പുഴയായിരുന്നു. പക്ഷേ അത് എങ്ങനെയാണ് ഇത്ര വലുതായതെന്ന് ചോദിച്ചാൽ, ആ കാണുന്ന ഉരുളൻ കല്ലുകൾ കിലോമീറ്ററുകൾക്കപ്പുറത്ത് നിന്ന് വന്ന ഒന്നാണ്. നോർമലി നമുക്ക് സാധാരണ ലോജിക്കിൽ ആലോചിക്കാൻ പറ്റുമോ, ഈ വലിയ കല്ലുകൾ ഒഴുകി വരിക, അത് പുഴയിൽ ഒഴുകുക എന്നൊക്കെ പറഞ്ഞാൽ? ഇത്ര വലിപ്പമുള്ള കല്ലുകൾ, നമുക്ക് സാധാരണ ഒരു മെഷീനറി കൊണ്ട് പോലും ഇളക്കി മാറ്റാൻ കഴിയാത്ത വലിപ്പമുള്ള കല്ലുകൾ ഒരു 2 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് അതിവേഗത്തിൽ, ഏതാണ്ട് 6 മിനിറ്റോളം സമയം മാത്രം എടുത്തുകൊണ്ടാണ് ഈ 2 കിലോമീറ്റർ കവർ ചെയ്ത് ഇവിടെ വന്നെന്നാണ് പറയുന്നത്. അത്രയും ഭാഗം. ഈ പുഴ എന്ന് പറയുന്നത് അതിലേ ഒഴുകിയിരുന്ന ഒരു പുഴ. നേരത്തെ ഒരാളോട് സംസാരിച്ചപ്പോൾ ഇവിടെ 2 കയം ഉണ്ടായിരുന്നു അത്രേ. ആളുകൾ ആ കയൊന്നും ഇപ്പൊ കാണാനില്ല. നേരത്തെ കയം ഉണ്ടായിട്ട് ആളുകൾ കരയായിപ്പോയി ആ ഭാഗമൊക്കെ. പിന്നെ ഈ ഒരു ആൽമരം മാത്രമാണ് നമുക്ക് ഇവിടെ ഒരു സാക്ഷി, എല്ലാത്തിനും സാക്ഷിയായി ഉള്ളതെന്ന് പറയുന്നത്. ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു, അവിടെ ഒരു പ്രതിഷ്ഠയിൽ ഇപ്പോൾ ആളുകൾ വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട്. അവിടെ കാണാം, നമുക്ക് അവിടെ പോയി നോക്കിയാൽ കാണാം, വിളക്കൊക്കെ കൊളുത്തുന്നുണ്ട് അവിടെ. ഈ കാണുന്ന റോഡ് കൂടി മുകളിലേക്ക് കയറി ചെല്ലണം. ഇപ്പൊ കാണുന്ന ഹരിതാഭ കണ്ടിട്ട് നമ്മളൊന്നും കണക്കാക്കണ്ട. അതിലെ മുകളിലേക്ക് കയറി ചെല്ലമാണ് ശരിക്കുള്ള ശ്മശാന ഭൂമി, അല്ലെങ്കിൽ കേരളം ഇന്ത്യ ആകെ നടുങ്ങിപ്പോയ സ്ഥലം എന്ന് പറയുന്നതിന് മുകളിലേക്ക് പോകുന്ന മുണ്ടക്കൈ. അത് കഴിഞ്ഞാൽ ഒരു 900 മീറ്റർ മുകളിലാണെന്ന് എനിക്ക് തോന്നുന്നത് പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന സ്ഥലം.